പരിചയപ്പെടുത്തുന്നത്. എന്താ പറയുക, കണ്ടില്ലേ? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ടെക് സവാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ വീഡിയോ ബ്ലോഗിംഗ് ചെയ്യുന്നവർക്ക് മൊബൈലിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷൻ്റെ പേര് വീഡിയോ ഷോ എന്നാണ്. വീഡിയോ ഷോ ആപ്ലിക്കേഷൻ ഇതിക്ക് മുമ്പ് പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും. വീഡിയോ ഷോ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വരുന്നവർക്ക് എങ്ങനെ വീഡിയോ ഷോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് വീഡിയോ ഷോ. വളരെ ഈസിയാണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് വീഡിയോ ഷോയ്ക്കകത്ത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയതുകൊണ്ടാണ് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷോ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് ടെക് സവാരി. വീഡിയോ ഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായി വീഡിയോ ഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോസിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ടെംപ്ലേറ്റ്സ് ആണ്. ഇപ്പോൾ നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായി തന്നെ നമുക്ക് എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് ക്ലിപ്സുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇമേജസോ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് വീഡിയോസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ഇനി അതല്ല ഫോട്ടോസാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ്, സ്ലൈഡ് ഷോസ് ഇതുപോലുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് ഫോട്ടോസ് വെച്ചൊരു സ്ലൈഡ് ഷോ സെലക്ട് ചെയ്യാം. അതിനായിട്ട് ഓരോരോ ഇമേജസ് ആണെങ്കിൽ ഇമേജസ്, വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ വീഡിയോസ്. ഞാനിപ്പോൾ അത് ഒരു 8 ഇമേജസ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നതിന് ശേഷം ഇതിനകത്തുള്ള ഈ മ്യൂസിക് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ കാണുന്നത് ഒരു സ്ലൈഡ് ഷോയാണ്. ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഈ സ്ലൈഡ് ഷോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഏതെങ്കിലും തീം നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ന്യൂ ഇയർ തീം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നോ തീം നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ എങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, ഇൻസ്റ്റാഗ്രാമിലാണോ എന്നുള്ളത് ആദ്യമേ തീരുമാനിക്കണം. നമ്മൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ആസ്പെക്ട് റേഷ്യോ കാണാൻ സാധിക്കും. ആസ്പെക്ട് റേഷ്യോയിൽ 9:16 എന്ന് പറയുന്ന റേഷ്യോയാണ് ഇപ്പോൾ കാണുന്നത്. 16:9 എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. 1:1 എന്ന് പറയുന്നത് ഫേസ്ബുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 16:9 എന്ന് പറയുന്ന റേഷ്യോ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വീഡിയോ 16:9 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് എത്തിയതായി നിങ്ങൾക്ക് കാണാം. അപ്പോൾ പല ഈ ഇമേജസ് ഇങ്ങനെ പ്ലേ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് വീഡിയോയുടെ എഡിറ്റിൽ പോകാം. എഡിറ്റിൽ പോയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ ഒരു ടൈറ്റിലിങ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു വെൽക്കം ടു മൈ വീഡിയോ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഈ ടൈറ്റിൽ എങ്ങനെ വേണം കാണിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാം. നമുക്കത് ഈ ഒരു ഡിസൈൻ കൊടുക്കാം. വെൽക്കം ടു മൈ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നു. ഇനി അതിൻ്റെ കളേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കളേഴ്സ് മാറ്റി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഇത് സെൻറ്ററാണോ, അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക്ക്, ഒപ്പാസിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർമാർക്ക് പോലെ കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒപ്പാസിറ്റി കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ തിരിച്ചു വരിക, ഓക്കെ കൊടുക്കുക. ഇതിന് ശേഷം നമുക്കത് ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കാം. ജസ്റ്റ് ചെറുതാക്കി വെക്കുന്നു. അപ്പോൾ ഓക്കെ കൊടുത്തതിന് ശേഷം വീഡിയോ വീണ്ടും പ്ലേ ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ടൈറ്റിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഓപ്ഷൻസായിട്ട് അടുത്ത ക്ലിപ്പിലാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഇനി അതല്ല അത് മുഴുവൻ
ഇതിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എഫക്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള എഫക്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇനി ഇതിലെന്തെങ്കിലും വാട്ടർമാർക്കായിട്ട് നിങ്ങൾക്ക് ഇമേജസോ ലോഗോസോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇമേജോ ലോഗോയൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഒരു വാട്ടർമാർക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഇമേജ് നമുക്ക് കൊടുത്ത് അതിൻ്റെ ഒരു സ്റ്റൈൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക്. ഇപ്പോൾ ഇമേജസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഇമേജ് കൊടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഒപ്ര എന്ന് പറയുന്ന ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിന് വാട്ടർമാർക്കായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സാധിക്കും. ഇപ്പോൾ ഫോട്ടോ എഡിറ്റ് കൊടുക്കുന്നു. ഇനി ഇതിനെ നമുക്ക് വളരെ ചെറുതായിട്ട് ഇപ്പോൾ കൊടുക്കുന്നു. അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒപ്പാസിറ്റി കുറയ്ക്കാൻ സാധിക്കും. ഈ സെറ്റിങ്സിലാണ് ഒപ്പാസിറ്റി ഉണ്ടാകുക. അതിനുശേഷം ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു വാട്ടർമാർക്ക് കാണാം. ഇപ്പോൾ ഒപ്ര എന്നുള്ളത് ചെറുതായിട്ട് അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഓരോ ക്ലിപ്പുകളുമാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിപ്പ് എഡിറ്റ് ഉണ്ട്. ഈ ക്ലിപ്പ് എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ വീഡിയോസിൻ്റെയും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ക്ലിപ്പും സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ട്രാൻസിഷൻ, അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ടത് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കണം എന്നിട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ഇപ്പോൾ കാണാം, കണ്ടുള്ളൂ. ഇനി ഇത് ഒരു ട്രാൻസിഷൻ എഫക്റ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് ട്രാൻസിഷൻ എഫക്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ട്രാൻസിഷൻ എഫക്ട്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ട്രാൻസിഷൻ എഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് എഫക്ട്സോ കാര്യങ്ങളോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ തന്നെ ഇവിടെ സൗണ്ട് എഫക്ട്സ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യാം, ആഡ് ചെയ്യാം, ഡൗൺലോഡ് മോർ ഓഡിയോ കൊടുക്കാം. വീഡിയോ ഷോയുടെ പല സൗണ്ട് എഫക്ട്സ് ആണിത്. ഇതിനകത്ത് ഫൈറ്റ്, ഗെയിം, ആനിമൽ സൗണ്ട്സ്, അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ആവശ്യത്തിനനുസൃതം സൗണ്ട് എഫക്ട്സ് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു വോയിസ് ഓവർ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം വോയിസ് ഓവർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഇതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്തത്. നിങ്ങൾക്ക് വളരെ ഈസിയായി തന്നെ ഇവിടുന്ന് ഓഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. വോയിസ് ഓവർ ഓക്കെ കൊടുക്കുക. വീഡിയോ റെഡി ആയതിന് ശേഷം ഇനി കൂടുതൽ ക്ലിപ്പുകൾ ഇനിയും ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതുപോലെ ബ്ലാങ്ക് ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ബ്ലാങ്ക് ക്ലിപ്പിൽ നിങ്ങൾക്ക് ഒരു കളേഴ്സോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനത്തെ അപ്പോൾ ക്ലിപ്പ് എഡിറ്റ് പോവുക. ക്ലിപ്പ് എഡിറ്റ് പോയതിന് ശേഷം ക്ലിപ്പ് എഡിറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിലോ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലുള്ള കാര്യങ്ങൾ ഈസിയായി തന്നെ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് കൊടുക്കാം. ഇനി അത് എങ്ങനെയാണോ വരേണ്ടത് കണ്ടോ, ഇനി അതിങ്ങനെയായിരുന്നു. എങ്ങനെയാണോ നിങ്ങൾക്ക് വരേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓരോ ഓപ്ഷൻസ് ഓടുകൂടി വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഇതിൽ സ്ക്രോൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും താഴെ കൂടെ എന്തെങ്കിലും ഒരു സബ്സ്ക്രൈബ് ചെക്ക് സവാരി എന്നുള്ളത് ഞാൻ കൊടുക്കുന്നു. വളരെ ഈസിയായി തന്നെ
പോകുന്നത് കാണുക. സബ്സ്ക്രൈബ് ടെക് സവാരി എന്നുള്ള പറയുന്ന ഓപ്ഷൻ, എത്ര സമയം വരെ പോകണം എന്നുള്ളത്, അതിൻ്റെ സ്പീഡ്, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകണോ, മേളിൽ നിന്ന് താഴേക്ക് പോകണോ, അങ്ങനെ പല ഓപ്ഷൻസ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കളേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് എഡിറ്റിങ് കഴിഞ്ഞിരിക്കുന്ന ഒരു വീഡിയോയെ ഇനി എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സ്പോർട്ട് കൊടുക്കാം. എക്സ്പോർട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്ക് കൊടുക്കാം, ഷെയർ FBയിലേക്ക് കൊടുക്കാം, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാം. എന്നാലും നമുക്ക് സേവ് ടു ഗാലറി കൊടുക്കാം. സേവ് ടു ഗാലറി കൊടുത്തിട്ട് ഫാസ്റ്റ് മോഡ് ഉണ്ട്, HD മോഡ് ഉണ്ട്. ഫാസ്റ്റ് മോഡ് കൊടുക്കുക. എത്ര സമയം കൊണ്ടാണ് ഒരു വീഡിയോ, ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമേജസ് ഉള്ള ഒരു വീഡിയോ എക്സ്പോർട്ടായി വരുന്നതെന്ന് നിങ്ങൾ നോക്കുക. വളരെ ഈസിയാണ്. വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, 504 KB 20 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ഇപ്പം നമ്മൾ റെഡിയായി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളും അല്ലെങ്കിൽ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. താങ്ക് യു. വീഡിയോ ഷോ ഉപയോഗിച്ച് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് ടെക് സവാരി. ബൈ.